ഗൈസ് ഒരുപാട് പേരുണ്ട് പറയുന്നത് എന്തുകൊണ്ട് നമ്മളിപ്പോൾ ഫ്രണ്ട്സിനെ ഒന്നും കാണിക്കുന്നില്ല. അതുകൊണ്ടല്ല ഗൈസ്, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായതുകൊണ്ടല്ല. നമുക്ക് ഓഫുള്ള ദിവസം അവർക്ക് ഓഫ് ആകത്തില്ല. ഇപ്പോൾ പിന്നെ എല്ലാവരും ജോലിയും കാര്യങ്ങളും തിരക്കുകളും ഒക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ബെൽക്കാര റീജിയണൽ പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കിലാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ കട്ട ചങ്കുകളൊക്കെ ഉണ്ട് കൂടെ. വേറെ ആരുമല്ല, നടനും സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്ററുമായ ഷെബിൻ കെ ജെയിംസ് നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ നമ്മുടെ ജോസേട്ടനുണ്ട്. ജോസേട്ടൻ്റെ പേരൻസ് ആക്ച്വലി വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഒന്ന് എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ക്രാബിങ്ങിന് ഇറങ്ങിയതാണ് ഗൈസ്. ക്രാബിങ്ങിൻ്റെ ഒരു വീഡിയോ പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അന്ന് ഞാൻ അത്ര വൈറലല്ലായിരുന്നു. ഇപ്പോൾ ഇന്ന് നമ്മൾ ക്രാബിനെ പിടിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ക്രാബിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇതിനൊരു ലൈസൻസ് ഉണ്ട്. ആ ലൈസൻസ് നമുക്ക് വേണം. അത് ഓൺലൈൻ വഴി നമുക്ക് എടുക്കാം. പിന്നെ ഇവിടെ ഒരു ലേക്കുണ്ട്. ഈ ലേക്കിലാണ് നമ്മൾ ക്രാബ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി യൂഷ്വലി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഹൈക്കുണ്ട്. ഹൈക്കിൻ്റെ അവിടെ പോയി അവിടെ ഒരു നമുക്ക് ഇരിക്കാനൊക്കെയുള്ള സെറ്റപ്പ് ഉണ്ട്. അവിടെ ചെന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഷെബിനുണ്ട്. ഷെബിൻ കട്ടക്കായിട്ടുള്ള നമ്മളോട് ഉണ്ട് ഗൈസ്. ഹായ് ഗൈസ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഹൈക്കൊന്നും ചെയ്യുന്നില്ല. അവർക്കൊരു സൗകര്യമായിട്ട് ഇരുന്ന് ഒരു ഡെക്കിലൊക്കെ ഇരുന്ന് നമുക്ക് ക്രാബ് ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ ജോൺസേട്ടനാണ് വരുന്നത്. തൃശ്ശൂരിൻ്റെ അഭിമാനമായ ജോൺസേട്ടനെ ഇന്നലെ ഞങ്ങളൊന്ന് കൂടിയതായിരുന്നു. ആക്ച്വലി ഞങ്ങൾ സ്പോട്ട് പിടിച്ചു. അവിടെ നമ്മൾ സ്പോട്ട് പിടിച്ചു കേസ്. ഇന്നലെ ഞങ്ങൾ ജോൺസേട്ടൻ എല്ലാം കൂടെ ഞങ്ങൾ തവള എല്ലാം കൂടെ ആയിട്ട് കുക്ക് ചെയ്ത് നമ്മൾ സെറ്റ് ആയതായിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ ഇടാൻ കേസ്, ഞങ്ങൾ തവള കുക്ക് ചെയ്തത്. അപ്പോൾ ജോൺസേട്ടൻ വന്നിട്ട് നമുക്ക് ബാക്കി കാണാം. അങ്ങനെ ഗൈസ് നമ്മൾ ക്രാബിങ്ങിന് വന്നിരിക്കുകയാണ്. ക്രാബിങ്ങിന് വരുമ്പോൾ ഇതാണ് ക്രാബിങ് ട്രാപ്പ്. ഇപ്പോൾ ട്രാപ്പിൻ്റെ ഇവിടെ നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കണം. ഈ ചിക്കനാണ് ഗൈസ് നമ്മൾ ക്രാബിനെ അട്രാക്ട് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത്. നല്ല അളിഞ്ഞ ചിക്കൻ കേട്ടോ. അപ്പോൾ ഈ അളിഞ്ഞ ചിക്കൻ എനിക്കിപ്പോൾ നമ്മൾ ഇന്നെല്ലാവരും ചോദിക്കുമായിരിക്കും എൻ്റെ സ്ലാങ് ഒന്ന് ഞാൻ ചേഞ്ച് ചെയ്യും. ഒരല്പം തൃശ്ശൂർ ഭാഷ നമുക്ക് ഒന്ന് കത്തിച്ചല്ലോ ബോസേ. അപ്പോൾ ആ തൃശ്ശൂർ ഭാഷ വരാൻ വേറെ കാരണമൊന്നുമല്ല. അങ്ങോട്ടൊന്ന് നോക്കി, തൃശ്ശൂരിലുള്ള ആർക്കും ആളെ അറിയാതിരിക്കത്തില്ല. തൃശ്ശൂരിൻ്റെ സ്വന്തം ജോൺസേട്ടൻ. അപ്പോൾ ജോൺസേട്ടനെ ഞാൻ വേറെ പ്രത്യേകം പരിചയപ്പെടുത്താം. ജോൺസേട്ടനെ നമ്മുടെ വീഡിയോയിലുള്ള ആളുകളെ പരിചയപ്പെടുത്തുമ്പോൾ ജോൺസേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ ജോസേട്ടൻ്റെ ഫാദറാണ്. അപ്പോൾ ജോൺസേട്ടനെ ഇപ്പോൾ കാനഡയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജോൺസേട്ടൻ വന്ന സ്ഥിതിക്ക് നമ്മൾ കത്തിക്കും. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇന്ന് കൂടി നമ്മൾ ചെറിയ വൈൽഡ് ആനിമൽസ് ഒക്കെ ആയിട്ട് ചെറിയ തവള, മാക്രി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിട്ട്. നാട്ടിലാരും ഇത് ട്രൈ ചെയ്യാൻ നിൽക്കേണ്ട, ഇത് അവിടെ ഇല്ലീഗലാണ്. പക്ഷെ ഞങ്ങളിവിടെ കത്തിച്ചു ജോൺസേട്ടൻ്റെ നേതൃത്വത്തിൽ. ജോൺസേട്ടനെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇതിനകത്തൊന്ന് കാച്ചാം. അപ്പോൾ ജോൺസേട്ടാ എന്തെങ്കിലും പറയാൻ കണ്ട് കത്തിക്ക്. അപ്പോൾ ആദ്യം നമുക്ക് ക്രാബിങ് ചെയ്തുകൊണ്ട് നമുക്ക് ജോൺസേട്ടൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ചിക്കനെ കൊണ്ട് കയറ്റുന്നു. ഈ ചിക്കൻ ഉണ്ടല്ലോ, ഇത് പറയുന്നില്ല, പക്ഷേ അതിൻ്റെ സ്മെല്ലാണ് ഈ ക്രാബിനെ അട്രാക്ട് ചെയ്യുന്നത്. കത്തിക്കും. അപ്പോൾ അടച്ചു സെറ്റാക്കി വളരെ സുരക്ഷിതമായിട്ട്. അപ്പോൾ ജോൺസേട്ടൻ മണ്ണം താഴത്തെ ഫ്ലാറ്റിലടിച്ചു കേട്ടോ. മണ്ണം താഴത്തെ ഫ്ലാറ്റിലടിച്ചു. ഇതൊരു തൃശ്ശൂർ ലൈനാണല്ലോ ജോൺസേട്ടൻ. ഇന്നത്തെ വീഡിയോ വേറെ ലെവലായിരിക്കും. ഡ്രോൺ ഷോട്ട് എടുക്കാൻ പോണേ. ഡ്രോൺ ഷോട്ട് കത്തിക്ക് കാസേ, കത്തട്ട കൊണ്ട് പറക്കണില്ലല്ലോ. ഷെബിന്റെ നേതൃത്വത്തിൽ ഡ്രോൺ പറക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ വേറെ ലെവലായിരിക്കും. മാക്സിമം വൈറലാക്കിക്കൂ. ജോൺസേട്ടൻ ക്രാബ് ഡ്രോണ് കത്തിക്കും ബോസേ. പിന്നെ സ്ക്രിപ്റ്റ് റൈറ്ററും സംവിധായകനും യുവ നടനും കൂടെ ആയ ഷെബിൻ കെ ജെയിംസ്, ഡ്രോൺ ഓപ്പറേറ്റർ. ഇവിടെ ജെല്ലി ഫിഷിനെയൊക്കെ കാണാം. ജെല്ലി ഫിഷ് വേണ്ടൊരു കിടിലനൊരു മത്സ്യബന്ധന നൗക വരുന്നു. അത് ഞാനൊരു ഇതിനു വേണ്ടി പറഞ്ഞു, ഒരു അതിശയോക്തിക്ക് വേണ്ടി പറഞ്ഞ കപ്പല് ഗൈസ്. ജോൺസേട്ടൻ ഓണല്ലേ? ജോൺസേട്ടൻ ഓണായിട്ട് തവളയാ. ജോൺസേട്ടൻ ഇന്നലത്തെ തവളക്കറി കഴിഞ്ഞോടുകൂടി ഫുൾ തവളയാണ് ഗൈസ്. നാട്ടിലാരും ഇത് ട്രൈ ചെയ്യാൻ നിൽക്കേണ്ട ഗൈസ്, അത് ഇല്ലീഗലാണ്. ഞങ്ങൾ ഇവിടെ ചെയ്യും. ഇവിടെ അങ്ങനെ ഞങ്ങൾ പലതും ചെയ്യും. അത് കണ്ടുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ നിന്ന് നിങ്ങൾ അകത്താകും അല്ലേ ജോസേട്ടാ? എന്നല്ല ജോൺസേട്ടൻ. സീ അല്പം വൈൽഡായി ഗൈസ്. ഇപ്പോൾ ഭയങ്കര ഇതാണ്. കുറച്ച് കഴിയുമ്പോഴത്തേനും ഹൈറ്റൈഡാണ്. വെള്ളം കയറാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. ജോൺസേട്ടൻ ഓണല്ലേ? ജോൺസേട്ടൻ വന്നപ്പോൾ ഞങ്ങൾ പ്രാഞ്ചിയേട്ടൻ അല്ലെങ്കിൽ തൂവാനത്തുമ്പികൾ, ഈ രണ്ട് സിനിമയിലെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. തൃശ്ശൂരെ പ്രാഞ്ചിയേട്ടനും എന്താ ജയകൃഷ്ണൻ എവിടുത്തായിരുന്നു? ജയകൃഷ്ണൻ അല്ല ജോൺസേട്ടാ, നമുക്കൊന്ന് സൂഹിക്കണ്ടേ?
ഈ ചൂടത്ത് ശരിക്കും പറഞ്ഞാൽ നല്ലത് ഓരോ ബീറാ. ബീറിന്റെ കാര്യം പറഞ്ഞ ജോസേട്ടനൊന്ന് കത്തിക്കുന്നുണ്ട് കേട്ട്. അങ്ങനെ കഴിച്ച് നമുക്ക് ആദ്യത്തെ ക്രാബിനെ കിട്ടിയിരിക്കുകയാണ്. പക്ഷെ ഇത് ഫീമെയിൽ ക്രാബാണ്, നമ്മൾ ഇതിനെ എടുക്കുന്നില്ല. പക്ഷെ ജോൺസേട്ടൻ്റെ ഒരു എക്സൈറ്റ്മെന്റ്. അങ്ങനെ കഴിച്ച് നമ്മുടെ ആദ്യത്തെ ക്രാബിനെ നമ്മുടെ എല്ലാമായ ജോൺസേട്ടന് സമ്മാനിച്ചുകൊണ്ട് കത്തീനെ കൊണ്ട് നമുക്ക് ഒന്ന് ചോദിക്കണ്ടേ ജോൺസേട്ടാ? ഇടുക്കപ്പ പിടിക്കേന് ഈ ചൂടത്ത് ഇരിക്കുമ്പോ ഞാൻ ഇതങ്ങോട്ട് കത്തിച്ചിട്ട് ഓരോ ബിയറാണുള്ളത്. ജോൺസേട്ടൻ ബിയർ അടിച്ചു കഴിഞ്ഞാല് ഇന്ന് കത്തിക്കും, തിരിച്ചു പിടിക്കും കത്തീനെ കണ്ട്. യോ ഗൈസ് യോ ഗൈസ്, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് വിസിബിലിറ്റി ഉണ്ട്, ഞങ്ങളുടെ ഡ്രോൺ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയാനൊക്കുന്നുണ്ട്. പക്ഷെ ഡ്രോൺ കാണുന്നില്ല ഗൈസ്. ഇതിപ്പോ വന്നില്ല, എന്ത് ചെയ്യും? ഇൻഷുറൻസ് ഉണ്ട്, പക്ഷെ അത് പോയാൽ ഇത് താഴ്ന്നു പോകും. പക്ഷെ ഡ്രോൺ എവിടെ പറക്കുന്നുണ്ട് ഗൈസ്, കണ്ടില്ലേ? നമുക്ക് അതിന്റെ അത് ഡ്രോൺ പറക്കുന്നതായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഡ്രോൺ ഇവിടെ കാണുന്നില്ല. എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചി കാനഡയിൽ നടക്കുന്നത്? അങ്ങനെ നമ്മൾ ഒഴുക്കറ്റേക്കിയത് ചാനൽ ഭയങ്കര വൈറലായി വന്നു ഗൈസ്. ലാസ്റ്റ് നമ്മുടെ ഡ്രോൺ തിരിച്ചെത്തി. ഇതാ ഒറ്റയടിക്കല്ലേ $3000 ആയിരുന്നു പോകുന്നത്. നമ്മുടെ ഡ്രോൺ തിരിച്ചെത്തി. ഇവിടെ ഷെഫിന്റെ മുഖത്ത് സന്തോഷം, ആനന്ദം. ജോൺസേട്ടൻ പറഞ്ഞ കറക്റ്റാ, പട്ടി പൂച്ചയൊന്നല്ലേ വിളിച്ചവരെ. സാധനം കിട്ടി. അങ്ങനെ ഡ്രോൺ തിരിച്ചു കിട്ടി ഗൈസ്. എനിക്ക് ജോൺസേട്ടൻ കളയിട്ട് അത് പൂട്ടി വെക്കണത്. അപ്പൊ തന്നെ ഇനിയും പറത്തണ്ടെന്നാ പറയുന്നത്. അപ്പൊ ഗൈസ്, നമുക്ക് എന്റെ വിഷമം മൊത്തം സത്യം പറഞ്ഞാൽ ഡ്രോൺ പോകുന്നതിന്റെ അല്ലായിരുന്നു, അതിനകത്ത് വിഷ്വൽസ് പോകുന്നതിന്റെ ആയിരുന്നു. കാരണം അങ്ങനെ എനിക്ക് വൈറലാകാനുള്ളൊരു ചാൻസ് ആണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ എന്തായാലും നമുക്കത് കിട്ടി. ഹൈറ്റ് ടൈഡാണ് ഗൈസ്. ഈ ടൈഡിലൂടെ അവർ ആ പുള്ളിക്കാരിയൊക്കെ ഉണ്ടല്ലോ, അത് നിന്നാണ് ഇത് ചെയ്യുന്നത്. ഐ മീൻ കയാക്ക് ചെയ്യുന്നത്. ഇതാണ് റെഡ് ക്രാബ്, മുമ്പേ കിട്ടിയത്. ഇതും ഫീമെയിൽ ക്രാബാണ്. നമ്മൾ ഇതിനെ എടുക്കത്തില്ല, നമ്മൾ തിരിച്ചു വിടും. മനസ്സിലാ, റെഡ് ക്രാബിനെ കിട്ടിയിട്ടുണ്ട്. നിയമം പോലെ തന്നെ പോകണം അല്ലേ മനസ്സിലാ? നിയമം വിട്ടൊരു കളിയില്ല ചുള്ളന്. അതുകൊണ്ട് ജോൺസേട്ടൻ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് നിയമം തെറ്റിക്കാനും ഒക്കത്തില്ല. അത് തന്നെയല്ല, ഞാൻ ഇന്നേരെ ഒരു നിയമവും തെറ്റിച്ചതായിട്ട് എൻ്റെ ഒരു വീഡിയോയിലും ഇല്ല. പക്ഷേ കഴിഞ്ഞ വർഷം എനിക്ക് ഇതേ കേസ് കൊടുത്താലും അവനെ ഞാൻ പൊക്കും കേസ്. വീണ്ടും ഒരു ഞണ്ടിനെ കിട്ടിയിരിക്കുകയാണ്. ജോൺസേട്ടൻ നല്ല ഭാഗ്യമുള്ള മനുഷ്യനായിട്ട്. ഇന്ന് നമ്മൾ കത്തിക്കും. ജോൺസേട്ടാ ജോൺസേട്ടൻ കത്തിക്കുമല്ലേ ഇന്ന്? ഇതിൻ്റെ കൂടെ പെട്ടക്കണെന്ന് പറഞ്ഞാൽ ഓരോ ബീറ. ജോൺസേട്ടാ ബീറടിക്കല്ലേ ഇന്ന്? കത്തീര്. അപ്പൊ അടുത്ത് വലിക്കുവാണ്. ഇതിനകത്ത് എന്തോ കാര്യമായിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല ഹെവിയാണ്. ജോൺസേട്ടൻ ലോറി വിളിക്കേണ്ടി വരും കേട്ട്. നമ്മുടെ വണ്ടിയിൽ പോവാൻ ഒത്തു റാമ് കത്തി. അങ്ങനെ നമുക്ക് റാമിനെ കിട്ടി, വീണ്ടും കിട്ടി. റാപ്പ് പുരിങ്ങി ഗൈസ്. സാഹസികമായിട്ടുള്ള പരിപാടിയാണ്. മോനെ ഒന്നേ ഉള്ളൂ. പക്ഷെ ഇതും മെയിൽ ക്രാബാണ് ഗൈസ്. ഇതും മെയിൽ ക്രാബാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ലീഗലി ഇതിനെ പിടിക്കാം. പക്ഷെ നമ്മൾ പിടിക്കുന്നില്ല. ഞങ്ങൾ എല്ലാത്തിനും തിരിച്ചുവിടും. എന്തിനു നമ്മളതിന് ഒരു ജീവിയെ നശിപ്പിക്കുന്നു? ഒരു ജീവൻ ഇല്ലാതാക്കാൻ ഒരു നിമിഷം മതി ഗൈസ്. പിന്നെ നിയമം വിട്ട് കളിക്കാത്തൊരു മനുഷ്യൻ നമ്മളോട് ഉള്ള ജോൺസേട്ടൻ. നിയമം അങ്ങോട്ടോ ഇങ്ങോട്ടോ കേട്ടേക്കുന്നത്. ഇതിനെയൊക്കെ പിടിച്ച് സെറ്റാക്കി ജോൺസേട്ടനായിരിക്കും സെറ്റാക്കാൻ പോകുന്നത്. കുക്കിംഗ് വീഡിയോ ഉണ്ടോ എന്ന് അറിയത്തില്ല. ഉണ്ടോ ജോൺസേട്ടാ? ഇതിപ്പോ എന്നാ അതാണോ രണ്ടുമാണോ? ഓയ് ഇപ്പൊ വേണ്ട. ഞങ്ങളുടെ അതിസാഹസികമായ ക്രാബിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. ജോൺസേട്ടാ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ക്രാബിംഗ് എക്സ്പീരിയൻസ്? ഒന്ന് പറഞ്ഞു. യൂട്യൂബിൽ കണ്ട് നമുക്ക് നേരിട്ട് കാണാൻ പറ്റി. അതിന് വലിയൊരു സന്തോഷമുള്ള കാര്യം. തൃശ്ശൂർ ഏരിയയിൽ വലിയ വ്യവസായിയാണ് ഗൈസ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെന്ന് പറയുന്നത്. ഇതിലിപ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ നടനും സംവിധായകനും ഷെഫിൻ്റെ ഡ്രോണായിരുന്നു ഇന്നത്തെ സംസാര വിഷയം. സംഗതി തിരിച്ചു കിട്ടി. ഡ്രോൺ പോയപ്പോൾ തിരിച്ചു വിളിക്കാനത്. ജോൺസേട്ടൻ ചോദിക്കുക പട്ടിക വെച്ചെന്നല്ല തിരിച്ചു വിളിക്കാൻ. അങ്ങനെ ഗൈസ്, തൃശ്ശൂരിൻ്റെ അഭിമാനമായ ജോൺസേട്ടൻ്റെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ടായിരുന്നു. നമ്മുടെ ഷെബിക്കയും ജോസേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസമായി എല്ലാവരും ചോദിക്കുന്നു ഫ്രണ്ട്സുമായിട്ടുള്ള വീഡിയോസൊക്കെ എന്താ ചെയ്യാത്തതെന്ന്. ഓരോരുത്തർക്കും ഓരോ തിരക്കുകളാണ്, ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു ദിവസം കിട്ടി. അതുപോലെ തന്നെ ജോൺസേട്ടൻ വന്നപ്പോൾ ജോൺസേട്ടനെയും കൊണ്ട് ഒന്ന് വെളിയിൽ പോകണം. ഇവർക്കൊക്കെ ജോൺസേട്ടനൊക്കെ എൻജോയ് ചെയ്യുന്നത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ആള് നല്ലോണം എൻജോയ് ചെയ്യുന്നതന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള എല്ലാ ആളുകളുടെയും സപ്പോർട്ട് നമുക്ക് വേണം.
ജോൺ ചേട്ടൻ ഓണാണ്. അപ്പോൾ ജോൺ ചേട്ടന് വേണ്ടി ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു. കീപ് സപ്പോർട്ടിങ്. സൈനിങ് ഓഫ്.